ഇന്നത്തെ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും എണ്ണം കൂടുതലാണ്. ഏതൊരു കുറ്റകൃത്യവും എടുത്താൽ അതിൽ ഒരു കൗമാരക്കാരനോ ഒരു യുവാവോ അതിലുണ്ട് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സഭയും സമൂഹവും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൗമാരക്കാർക്ക്, ഈ യുവജനങ്ങൾക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ പെട്ട് ജീവിതം കളയാനിടയാകുന്നത്? എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്? ഈ വിഷയങ്ങളുമായി ഇന്ന് നമ്മോട് സംസാരിക്കുന്നു നീതിപീഠത്തിൻ്റെ കാവലാളായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സർ. സർ, ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ കുറ്റവാളികളുടെ എണ്ണം പെരുകുന്നുണ്ട്. കുറ്റം ചെയ്തിട്ട് ഒരു കുറ്റബോധമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റവാളികളുടെ എണ്ണത്തിൽ ഈ കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും എണ്ണം കൂടാൻ സാധ്യത ഉള്ളതെന്ന്? ഒത്തിരിയേറെ ആഴത്തിൽ പഠിക്കേണ്ട ചില ഗൗരവമായ വിഷയങ്ങളാണ് അച്ഛനിപ്പോൾ സൂചിപ്പിച്ചത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ ഈ കുറ്റവാളികളുടെ ഇടയിൽ മഹാഭൂരിപക്ഷവും ചെറുപ്പക്കാർ തന്നെയാണ്. അവരെങ്ങനെ അതിനകത്തൊക്കെ ചെന്ന് പെട്ടു എന്നുള്ള അന്വേഷണമാണ് ആദ്യം നടത്തേണ്ടത്. അവർ ആഗ്രഹിച്ച്, അവർ തീരുമാനിച്ച്, അവർ പ്രൊഫഷണലായി മാറിയതല്ല, അവരെ പ്രൊഫഷണലാക്കി മാറ്റിയതാണ്. അവരെ പ്രൊഫഷണൽ കുറ്റവാളികളാക്കി മാറ്റിയ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ ആ തരത്തിലുള്ള നടപടികളുടെ വേരറുക്കാൻ അതിനുള്ള കരുത്ത് ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്കില്ലാതെ പോയതാണ് സങ്കടകരമായ ഒരു സ്ഥിതി. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ ആദ്യമേ തന്നെ ചെറിയൊരു ട്രാപ്പിൽ സാവധാനം പെട്ട് അങ്ങ് പോവുകയാണ്. ആദ്യമേ മിഠായി കൊടുക്കുന്നു, അടുത്ത ഡോസ് കൂട്ടി കൊടുക്കുന്നു, പിന്നെ അവരെ കൊണ്ടുപോകുന്ന മുഴുവൻ മദ്യം കഴിച്ചാലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ചെറിയ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുന്നു. എന്നിട്ട് ഇത്തരം പ്രൊഫഷണൽ സംഘങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് യുവത്വത്തിൻ്റെ ആ ഒരു ത്രില്ലിന് ആവശ്യമായിട്ടുള്ള ഒരു ബൈക്ക്, ഫോണ്, സ്മാർട്ട് ഫോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊഫഷണൽ സംഘത്തിലെ അംഗങ്ങളാക്കി അവരെ അങ്ങ് മാറ്റുകയാണ്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ പുറത്തു വരാൻ പറ്റുകയില്ല. പിന്നെ അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടെ തെറ്റോ ശരിയോ എന്നുള്ളതൊന്നുമില്ല. ആരുടെയൊക്കെയോ ഒരു ആജ്ഞാനുവർത്തിയായിട്ട്, എന്തിൻ്റെയൊക്കെയോ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു കൃത്യം നിർവഹിക്കുന്നു. അത് കുറ്റമാണോ തെറ്റാണോ ശരിയാണോ എന്നൊന്നുമില്ല. ഒരു ടാസ്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യണം. ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ തക്കവണ്ണം അത്രയും ഗൗരവമുള്ള ഡ്രഗ്സും അവർക്ക് കൊടുത്തിട്ടാണ് പലപ്പോഴും നമ്മുടെ ഈ കുറ്റാന്വേഷണ വിദഗ്ധരിൽ നിന്നും ഞാനത് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ലാത്തോണം അത്രയേറെ ഒരു മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് അവർ ഈ കുറ്റകൃത്യത്തിനായിട്ട് പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നേരത്തെ അച്ഛൻ ചോദിച്ചത് തെറ്റും ശരിയെക്കുറിച്ച്. ഈ സമൂഹത്തിന് തന്നെ തെറ്റും ശരിയും അത് തമ്മിലുള്ള ആ ഒരു വേർതിരിവ് വളരെ വളരെ തിന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നതിനെക്കുറിച്ച്. പർദീസായിലെ ദൈവം മനുഷ്യനോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ള അതൊരു വിലക്കായിരുന്നു. ആ വിലക്കെന്ന് പറയുന്നത് നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്നാണ്. കാരണം നന്മ ഏത് തിന്മ ഏത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മാത്രമായിരിക്കണം, അവകാശവും. അത് മനുഷ്യന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ താല്പര്യമനുസരിച്ചോ ആവശ്യമനുസരിച്ചോ നന്മയെ തിന്മയായിട്ടാണ് വ്യാഖ്യാനിക്കും. അത് സ്വാഭാവികമാണ്. അപ്പം മനുഷ്യൻ്റെ ബലഹീനത അറിയാവുന്ന ദൈവമാണ് ആ തീരുമാനം മനുഷ്യന് വിട്ടുകൊടുക്കരുത്. ആ തീരുമാനം ദൈവത്തിന് മാത്രം വെച്ചു. എന്നിട്ട് ദൈവം ദൈവിക നിയമങ്ങളിലൂടെ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് പ്രമാണങ്ങളിലൂടെയും തുടർന്നുള്ള സഭാ പഠനങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ അവതരിപ്പിച്ചു. തെറ്റിൻ്റെ അതിർത്തി ഏതാണ്, ശരിയുടെ നീളം ഏതാണ്, ഇതെല്ലാം അവതരിപ്പിച്ചു. അപ്പം ഈ തെറ്റും ശരിയും നിർണ്ണയിക്കുന്ന ഒരു ഒരു
ആത്യന്തിക തീരുമാനം ദൈവത്തിൻ്റെതാണ്. ആ ദൈവിക നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനെ നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്, ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. അത് ധാർമ്മികതയുടെ ഉറവിടം ശരിക്കും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ദൈവം മനസ്സിൽ ശബ്ദിക്കുന്നതാണ് മനസാക്ഷിയാണ് ധാർമ്മികത തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ആ ധാർമ്മികത എന്നുള്ളത് തെറ്റിൻ്റെയും ശരിയുടെയും മാനങ്ങൾ നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ധാർമ്മികത എന്നുള്ളത് മനസാക്ഷിയുടെ ഒരു പ്രശ്നം കൂടെയാണ്. മനസാക്ഷിയാവുന്ന എന്താ? മനസ്സ് സാക്ഷിയാവുന്നതാണ്. എങ്ങനെയാണ് മനസ്സ് സാക്ഷിയാവുന്ന? മനസ്സിൽ ദൈവാത്മാവ് ശബ്ദിക്കുന്നതാണ്. മനസ്സിൽ ദൈവാത്മാവ് ശബ്ദിക്കുന്നത് എന്താ? തെറ്റേതാണ്, ശരി ഏതാണ് എന്നാണ്. ആ ശബ്ദം മനസാക്ഷി നമ്മുടെ മനസ്സിൽ ദൈവാത്മാവ് ശബ്ദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നിഷേധിച്ചില്ല. കാരണം അങ്ങനെ ദൈവം മനുഷ്യനെ തൻ്റെ അടിമയാക്കാൻ ആഗ്രഹിച്ചില്ല, തൻ്റെ സുഹൃത്താക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ സുഹൃത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന വഴി അനുസരിച്ച് നിൻ്റെ വിധി നീ നിശ്ചയിക്കും. അപ്പം നിൻ്റെ വിധി നീ നിശ്ചയിക്കുന്നതാണ് എന്നുള്ളൊരു അടിസ്ഥാനമായിരുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ തന്നെ അവർ കണ്ട് പഠിച്ചു വരുന്നത് മുഴുവൻ ഈ തെറ്റും ശരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം നേർത്ത് പോകുന്നതാണ്. ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച്, ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് തെറ്റിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന സമൂഹത്തെ അവർ കണ്ടു. അപ്പോൾ ഈ കാപട്യം കണ്ടാവണം സ്വാഭാവികമായിട്ട് അവർക്ക് ഈ തെറ്റ് എന്നുള്ള ചിന്ത പോലും അവർക്കൊരു കാര്യത്തിലും അങ്ങ് വരാതെ പോയത് എന്നാണ് എൻ്റെ അടുത്ത് തോന്നൽ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം ഇപ്രകാരമുള്ള സമൂഹങ്ങളിലൊക്കെ അവർ പെട്ട് കഴിയുമ്പോൾ പിന്നെ അവിടെ തെറ്റും ശരിയൊന്നുമില്ല, ഒരു ആജ്ഞ അനുവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ, ഒരു നമ്പർ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ആജ്ഞാനുവർത്തികളായിട്ട് ആരുടെയൊക്കെ ചട്ടുകങ്ങളായിട്ട് അവർ മാറിയിരിക്കുന്നു. അതാണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചു പോയത്, അവർ പെട്ടുപോയതാണ്. തെറ്റാണെന്ന് പഠിപ്പിക്കാനൊരു സമൂഹം ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടെന്ന് സാറ് സൂചിപ്പിച്ചു. ഒരുപക്ഷെ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ആ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതിന് പകരമായി അതിനെ ആ തെറ്റോടുകൂടി തന്നെ അവന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം കൂടിയുണ്ട്. അതും ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ യുവജനങ്ങൾ, കൗമാരക്കാർ ഒരു ലാഘവത്തോടെ ആ തെറ്റിനെ തെറ്റായി കാണാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടെന്നുള്ള ചിന്ത അവനിൽ വരുന്നത് കൂടി ഇത് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. തെറ്റ് ചെയ്തവന് മാതൃകാപരമായ ശിക്ഷ കിട്ടണം. കാരണം ശിക്ഷയുടെ ഉദ്ദേശം തന്നെ ഒന്ന്, ഒരു പേടി, ഡിറ്ററൻസ് എന്ന് പറയും. 2, അത് മാതൃകാപരമായിരിക്കണം. 3, അവനെ പുനരധിവസിപ്പിക്കണം. 4, അത് കുറ്റത്തിന് മതിയായ ശിക്ഷ. ഈ 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നമ്മുടെ ബാലനിയമങ്ങളുടെ എല്ലാ പഴുതുകളും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രൊഫഷണലായിട്ടുള്ള കുറ്റങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവരെ ജയിലിലടയ്ക്കാൻ പാടില്ല, അവരെ അറസ്റ്റ് ചെയ്ത് ഒട്ടേറെ എന്താ പറയുക കൺസെഷൻസ് ബാലനിയമങ്ങളിൽ അവരെക്കുറിച്ച് പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ കുറ്റവാളികൾ പലതരം കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ കണ്ടിട്ടുള്ളത്, അവിടെ ഈ NDPS നാർക്കോട്ടിക് ഡ്രഗ്സ് അതിൻ്റെ കാരിയേഴ്സ് മുഴുവൻ കുട്ടികളായിരുന്നു. കാരണം കുട്ടികളെ പിടിച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ കുട്ടികളെ ഈ തരത്തിൽ ദുരുപയോഗിക്കുന്ന ഒരു സമൂഹമുണ്ട്, അതിൻ്റെ വലയിൽ അവർ പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് അവരെ പെട്ടാൽ തന്നെ അവർ പിടിച്ചിറക്കിക്കൊണ്ട് വരും. അപ്പോൾ കുട്ടികൾക്കും അറിയാം പെട്ടെന്ന് തന്നെ പോരാൻ സാധിക്കും. അവർക്ക് റീസണബിളി പെയ്ഡുമാണ്, അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കുട്ടികളെ കൊണ്ട് ശല്യമില്ലാന്ന് മാത്രമല്ല, കുട്ടികളിൽ നിന്ന് എന്തോ വരുമാനവും കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു റാക്കറ്റ് ഉണ്ട് അതിനകത്ത്. ആ റാക്കറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് പൈസ മുടക്കിയിട്ടാണെങ്കിലും എത്ര പ്രഗത്ഭരെ നിയോഗിച്ചിട്ടാണെങ്കിലും അവരെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും. അതിന് തക്കവണ്ണമുള്ള രാഷ്ട്രീയ സ്വാധീനവും അവർക്കുണ്ട്, അതിന് തക്കവണ്ണമുള്ള പണസ്വാധീനവും അവർക്കുണ്ട്. പണസ്വാധീനവും ഈ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. സാറ് കേരളത്തിലിരിക്കുമ്പോഴും ഹിമാചൽ പ്രദേശിലിരിക്കുമ്പോഴും ഈവൻ സുപ്രീം കോടതിയിലിരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒത്തിരി കൗമാരക്കാർ അല്ലെങ്കിൽ യുവജനങ്ങൾ പങ്കാളികളായ ഒത്തിരി കുറ്റകൃത്യങ്ങൾ സാർ ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വിധി പ്രസ്താവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എണ്ണം കൂടി വരുന്നതായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. ഒരു ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കുമോ അത്? ഇത് ബോധവൽക്കരണത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഞാനിത് മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ വേര് കിടക്കുന്നത് വേറെ പല സ്ഥലങ്ങളിലാണ്. ആ വേരറുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് പറ്റാത്ത അത്ര ഉയരത്തിലാണ് ഇതിൻ്റെ നിയന്ത്രണ ശക്തികൾ
സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. വലിയ ഉന്നതന്മാരുടെ ഒരു ഒത്താശയോട് കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു നിയന്ത്രണത്തിലാണ് ഇത്തരം ഈ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്ന, മയക്കുമരുന്ന് രൂപികളുടെ പ്രവർത്തനമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അവർക്ക് പിന്നെ ആ രാഷ്ട്രീയ സ്വാധീനത്തിനോടൊപ്പം തന്നെ പണത്തിൻ്റെ സ്വാധീനമുണ്ട്. അപ്പം പണം രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്. അപ്പോൾ രാഷ്ട്രീയക്കാർ പണം കിട്ടുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളവരെയും സംരക്ഷിക്കാൻ നിർബന്ധിതരാകും. ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പം ആ ഒരു ഇതിന് വേറെ അറുക്കാതെ നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങളെ ചികിത്സിച്ചൊരു കാര്യമല്ല. ഈ കുട്ടികളൊക്കെ വേറെ നമ്മൾ കാണുന്ന ഇതിൻ്റെ ഒരു വളരെയേറെ വിദൂരതയിൽ വാലറ്റത്ത് കിടക്കുന്ന ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മാത്രം. പക്ഷേ ഇതിൻ്റെ റൂട്ട് അന്വേഷിച്ച് ആ റൂട്ടിനെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയണം. അതിന് സമൂഹത്തിൽ അത്രയേറെ വലിയൊരു പൊളിച്ചെഴുത്ത് നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുറേ പണം ഉണ്ടാക്കാന്നുള്ളതാണ് ഈ കുട്ടികളുടെയൊക്കെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ഒരു മയക്കുമരുന്നിൻ്റെ ലോബിയിൽ പെടുന്നതും ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതുമൊക്കെ പെട്ടെന്ന് പണം ഉണ്ടാക്കുക, പണക്കാരനാവുക എന്നുള്ളതാണ്. പക്ഷേ ഈ പണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർ പോലും ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും അത്? പണമുണ്ടാക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവർക്ക് എന്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി അവരുടെ ചില പ്രകടനങ്ങൾ നടത്താനായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് കിട്ടുക എന്നുള്ളതും, അവർ സമൂഹത്തിലെ പ്രബലരാണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ത്വരയും, ഇതെല്ലാം ഈ തരത്തിലുള്ള കുട്ടികളെയും സ്വാധീനിച്ചിട്ടുള്ളവരാണ്. ഞാൻ ചില കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള വളരെ സമ്പന്ന കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളുടെയും ചോദിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. ഇതേ മറുപടിയായിരുന്നു, ഞങ്ങൾക്ക് പണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്കൊരു റെക്കഗ്നേഷൻ്റെ പ്രശ്നമുണ്ട്. യു വാണ്ടഡ് ടു ഡൂ സംതിങ്. അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ഞങ്ങളെ നോക്കാൻ, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നൊരു ഈ രണ്ട് ചിന്തയാണ് ഞങ്ങൾ നയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ, ആ ഒരു സുരക്ഷിത വലയത്തിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുള്ളൊരു തൃപ്തി ഇവർക്ക് കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരെ പലപ്പോഴും നയിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ കുടുംബത്തിലും സമൂഹത്തിലും ആ റെക്കഗ്നിഷൻ കിട്ടാത്തതാണ് ഇതിൻ്റെ കാരണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വിക്ടർ ഹ്യൂഗോ എന്ന സാഹിത്യകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല കുടുംബങ്ങൾ ഉണ്ടായാൽ, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ ഓരോ ജയിലുകൾ അടയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ല കുടുംബങ്ങളുടെയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കുറവാണോ, അവർക്ക് അതനുസരിച്ചുള്ള റെക്കഗ്നിഷൻ കിട്ടാത്തതിൻ്റെയും കൂടി കുറവാണ് ഈ കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണം? ഒരു വിക്ടർ ഹ്യൂഗോയുടെ നിരീക്ഷണം വളരെ ശക്തമായൊരു നിരീക്ഷണമാണ് ഈ കാര്യത്തിൽ. നമ്മുടെ കുടുംബം മൂല കാരണം തന്നെയാണ്. കുടുംബങ്ങളിൽ നിന്നും അവർക്ക് കിട്ടേണ്ട അംഗീകാരമോ, അവർക്ക് ലഭിക്കേണ്ട അവരുടെ ആ ഒരു സുരക്ഷിതത്വമോ, അവർക്ക് ഉണ്ടാവേണ്ട ഒരു ഭാഗഭാഗിത്വമോ, അവർക്ക് ഉണ്ടാവേണ്ട ഒരു പൊക്കിൾക്കൂടി ബന്ധമോ, അവരെ ആ മാതാപിതാക്കളുടെ സ്നേഹവലയത്തിൽ തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലഹരി ആവശ്യമില്ല എന്നുള്ള ഒരു സംതൃപ്തി അവർക്കുണ്ടായാൽ, വേറെ ഒരു തൃപ്തിക്ക് വേണ്ടി അവരെങ്ങും അന്വേഷിച്ചാലേ ഇല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തു പോവുകയില്ല. ഒന്ന്, ഇനി അഥവാ അത് എവിടെയെങ്കിലും കുറവ് വന്നാൽ തന്നെ അവരൊക്കെ പഠിക്കുന്ന നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇപ്രകാരം ഒരു സ്വഭാവ രൂപീകരണം, നമ്മൾ ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതല്ലേ, അപ്രകാരമുള്ള നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും നമ്മുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാടും നല്ലൊരു ബോധ്യവും, അങ്ങനെ സമൂഹത്തിൽ എൻ്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നും, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ക്രിയാത്മകമായിട്ട് പലതും ചെയ്യാൻ സാധിക്കുമെന്നും അത് ഞാൻ ചെയ്യുമെന്നും, അല്ലാതെ നശീകരണത്തിൻ്റെ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ഞാൻ പോവില്ല എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഊർജം കിട്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ സമയത്താണ്. ആ ഊർജം കൊടുക്കുന്ന നല്ല ഗുരുക്കന്മാരാണ്, നല്ല കൂട്ടുകാരുമാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരുടെയും കൂട്ടുകാരുടെയും മാതാപിതാക്കന്മാരുടെയും ഈ മൂന്ന് പേരുടെ നല്ലൊരു സഹകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങും വഴിതെറ്റിപ്പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു കുറവാണ് അവർക്ക് അവരുടെ ബാലൻസ് തെറ്റിച്ചിട്ടുള്ളതും അവർ കൈവിട്ടു പോയതും. കൈ വിട്ടുപോകുക എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ആരുടെ കൈയാണ് വിട്ടുപോയത്? വിട്ടുപോയത് മാതാപിതാക്കന്മാരുടെ കൈയാണ്, വിട്ടുപോയത് ഗുരുക്കന്മാരുടെ കൈയാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഒരു വഴുതിപ്പോയത്. അതുകൊണ്ട് ആ കാര്യത്തിൽ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും രണ്ടു കൂട്ടരും തുല്യ ഉത്തരവാദികളാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
അബ്ദുൽ കലാം പറഞ്ഞു വച്ചിരിക്കുന്നതാണ്, ഒരു കുട്ടി വഴിതെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു തെറ്റിൻ്റെ വഴിയിലൂടെ പോയാൽ ആ കുട്ടിയെ അംഗൻവാടിയിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് പോലും ഉത്തരവാദിത്വമുണ്ടെന്ന് അബ്ദുൽ കലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായൊരു നിരീക്ഷണമാണ്. കാരണം കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് അവരുടെ മാതൃവിദ്യാലയമായ കുടുംബം മുതൽ, അത് കഴിഞ്ഞ് അവർ ആദ്യം ചെന്ന് ചേരുന്ന അംഗൻവാടി മുതലുള്ള മുഴുവൻ വിദ്യാഭ്യാസ പ്രക്രിയയിലുമാണ്. അവരെ ജനാധിപത്യ ബോധമുള്ളവർ, സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ, സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെന്നുള്ളവർ, സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നുള്ളവർ, സമൂഹത്തോട് നമുക്ക് കടപ്പാടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നവർ, ആ കടപ്പാട് നമ്മൾ ജീവിച്ച് തീർക്കേണ്ടവരാണ് എന്നുള്ള തോന്നൽ വരുന്നത്, ഇതെല്ലാം നമുക്ക് നല്ല വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കിട്ടേണ്ടതാണ്. സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് A.S. ആനന്ദ് അല്ലേ, ജസ്റ്റിസ് A.S. ആനന്ദ് ചീഫ് ജസ്റ്റിസായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വന്ന് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച 1-ാം ക്ലാസ് ടീച്ചറായി സിസ്റ്ററെ കാണാൻ വന്നു. അന്ന് പത്രക്കാരോട് പറഞ്ഞതാണ്, എന്നെ ഞാനാക്കിയത് ഈ സിസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകർക്ക് പോലും പങ്കുണ്ട്. നന്മയിലേക്കും വളർത്താം, ഒത്തിരി പങ്കുണ്ട്. ഞാനൊരു കർമ്മലിത്ത സഭയുടെ ചെങ്ങൽ സെൻറ്റ് ജോസഫ്സ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ അന്ന് എൻ്റെ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച സിസ്റ്റർമാർ എനിക്ക് പഠിപ്പിച്ച നല്ല കൊച്ചു പാഠങ്ങളുണ്ട്. താണ നിലത്തെ നീരോടു, അതിനെ ദൈവം തുണയാകൂ, അതുകൊണ്ട് അഹങ്കരിക്കരുത്, എപ്പോഴും വിനീത സ്വഭാവമുള്ളവനാണ്, എളിമയോടുകൂടി ജീവിക്കണം, എളിമയുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമാവുള്ളൂ. അതുപോലെ നമ്മൾ വല്ല പരാതിയൊക്കെ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ, മോനെ ഈശോ സഹിച്ചത് കണ്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ഈശോയെപ്പറ്റി ഞങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഈ ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്, വിനയം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്, എളിമ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്, അതൊക്കെ എൻ്റെ ഇന്നും ആ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ഒക്കെ എന്നെ പഠിപ്പിച്ചു തന്ന കൊച്ചു സിസ്റ്റർമാരുടെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അവരൊക്കെ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ളൊരു വിദ്യാഭ്യാസം എനിക്ക് നൽകിയ ആ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറയാൻ കഴിയും. ഡോക്ടർ ആനന്ദ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. ജയിൽ മിനിസ്ട്രിയിൽ കുറച്ച് നാൾ ഞാനും വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിലെ പല ജയിലുകളിലും പോകാനായി ഇടവന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒത്തിരി യുവജനങ്ങളെ കാണാൻ ഇടവന്നിട്ടുണ്ട്, ഒത്തിരിയേറെ പേരായിട്ട് സംസാരിക്കാനും ഇടവന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്നോട് പങ്കുവച്ച ചില കാര്യങ്ങളിലൊന്ന്, ജീവിതത്തിലൊരു മാറ്റം വന്നത് ഈ ജയിലിൽ വന്നതിന് ശേഷം ഈ ജയിൽ അധികൃതർ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം. അപ്പോൾ ഒരു അധ്യാപകനായി, ഒരു മാതാപിതാക്കളായിട്ടുമൊക്കെ ജയിൽ അധികൃതരും മാറുന്നുണ്ട് ഇവരുടെ ഒരു ഫോർമേഷൻ. അപ്പോൾ ഗുരുക്കന്മാരോടൊപ്പം തന്നെ ഈ ജയിലിൽ കഴിയുന്നവർക്കും വലിയൊരു റോള്, അവിടെ ജയിൽ അധികൃതർക്കും വലിയൊരു റോളുണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു കാര്യം. ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ അത് ശരിയാണ്. പക്ഷെ നമ്മുടെ അച്ഛൻ കണ്ട ജയിൽ നല്ലൊരു മാതൃകാ ജയിലേക്ക് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ ഒട്ടേറെ ജയിൽ കണ്ടിട്ടുണ്ട്, ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജയിലിൽ പോയി ആരെങ്കിലും നന്നായി പുറത്തു വന്നത് പൊതുവെ ഞാൻ കണ്ടിട്ടില്ല, അപൂർവം ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം അവിടെ നിന്ന് എന്തുകൊണ്ട് ഞാനിവിടെ അകത്ത് വന്നുവെന്നും, അതുപോലെ ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് ശിക്ഷ അനുഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ ശിക്ഷയോടുകൂടി എന്നെ തന്നെ നന്നാക്കുമെന്നും, ഇനി ഇപ്രകാരമുള്ള ശിക്ഷയിലേക്ക് എന്നെ നയിക്കുന്ന തെറ്റുകൾ ഞാൻ പെടില്ല എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്ത് അവനവനെ നന്നാക്കുന്ന അതിനാണ് ജയിലിൻ്റെ ഉദ്ദേശം തന്നെ. അതിന് പകരമായിട്ട് അവിടെ മറ്റ് കുറ്റവാളികളോട് ചേർന്ന് കൂടുതൽ കുറ്റവാസന ഏറ്റുവാങ്ങി വയ്ക്കാനും പലരും പുറത്തു വന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവം ആളുകളാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വരുന്നവർ വളരെയധികം ജീവിതത്തിൽ മാറ്റം വന്നു എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ട് തിരിച്ചു വന്ന് വളരെ നല്ല മനുഷ്യരായി ജീവിച്ചവരായിരുന്നു. കാരണം അവർ ആ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കി, ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു, ആ തെറ്റിന് സമൂഹം നൽകിയ ശിക്ഷ അത് ഏറ്റുവാങ്ങി ഇനി ആ അപ്രകാരമുള്ള തെറ്റ് എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ തക്കോണം ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കും എന്നുള്ളത്. പക്ഷെ പിന്നീട് നമ്മുടെ ജയിലുകളിലെ കുറ്റവാളികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണോ, ജയിലുകളുടെ പ്രത്യേകതകളുടെ കൊണ്ടാണോ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ വൈവിധ്യം കൊണ്ടാണോ, ഇപ്പോൾ ഒക്കെ ചെന്നുപെടുന്ന യുവാക്കൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോഴത്തേക്കും അവർ ഒന്നും കൂടി താന്നു പോകുന്ന അല്ലെങ്കിൽ മോശമാകുന്ന രീതിയിലാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. ജയിൽ മിനിസ്ട്രിയാണ് അതിന് ഏക ഒരു അപവാദം. ജയിൽ മിനിസ്ട്രിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒന്നും കൂടി നന്മയെക്കുറിച്ച് ചിന്തിക്കാനും, ജീവിതത്തിൽ ആശ കൈവിടാതെ ഇനിയും ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി
വരാനും ഒക്കെ ഒരു പ്രതീക്ഷ കൊടുത്തത് ജയിൽ മിനിസ്ട്രിയാണ്. അപ്പോൾ ആ ജയിൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം കൊണ്ട് ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് വേണ്ടി ഇനിയും ബാക്കിയുള്ള ജീവിതത്തെ നയിക്കാൻ വേണ്ടി പുറത്തു വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമൂഹമുണ്ട്. ആ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു സമൂഹത്തെ ഇനി ഒരിക്കലും ജയിലിൽ പോകാനിടയാകാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ വളർത്തുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുണ്ട്. ഇനിയും സഭയ്ക്ക് എന്തൊക്കെയാണ് ഈ മേഖലയിൽ ചെയ്യാൻ ഉള്ളത്? യേശുക്രിസ്തു അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന ഒരു ഘടകം, ഞാൻ തടവറയിലായിരുന്നു എന്ന് നിങ്ങൾ സന്ദർശിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു തെറ്റുകാരനായി വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സന്ദർശിച്ച് ആ വ്യക്തിക്ക് അവന് സമൂഹം നൽകിയ ശിക്ഷ ഒരു വശം, ദൈവം എന്നാലും നിന്നെ സ്നേഹിക്കുന്നു, കാരണം ദൈവം നിൻ്റെ തെറ്റിനെയല്ല, നിന്നെയാണ്, തെറ്റിനെക്കുറിച്ച് നിന്നെ വിധിക്കുകയല്ല, നിൻ്റെ തെറ്റിന് ദൈവം വെറുക്കുന്നുണ്ട്, പക്ഷേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനെ ദൈവവുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു മിനിസ്ട്രി വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഒരു സഭയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ജാതി മത ഭേദമെന്നേ ഇപ്രകാരമുള്ള ജയിലുകളിൽ കഴിയുന്ന വ്യക്തികൾക്ക് അവർക്ക് ആവശ്യമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നീട്ടപ്പെട്ട കരങ്ങളായിട്ട് അവരെ സന്ദർശിക്കുക, അവരെ ഉപദേശിക്കുക, അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം, അവരുടെ ആ ആശങ്കകൾ അകറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക, ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞ് അവർ തിരിച്ച് ഇറങ്ങി വന്നു കഴിയുമ്പോൾ സമൂഹം അവരെ കാണുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ സമൂഹം അവരെ കാണുന്ന രീതിക്ക് അപ്പുറത്തേക്ക് അവർ ഒരു നവീകരിക്കപ്പെട്ട വ്യക്തിയായി. യഥാർത്ഥത്തിൽ നവീകരണം എന്ന് പറയുന്നത് അവിടെ ഒരു നവീകരണമാണ്. ജയിലൊരു നവീകരണത്തിൻ്റെ സ്ഥലങ്ങളെ കൂടിയാണ്. നവീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇനി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവനെ ചേർക്കാൻ തക്കവണ്ണം, അവന് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾച്ചേർക്കത്തക്ക രീതിയിൽ അവരെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് തന്നെ സഭയ്ക്ക് ചെയ്യാവുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒന്ന്. രണ്ടാമത്തേത്, അവർ ജയിലിലായിരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുകളും അവർക്ക് നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കഴിയുന്നിടത്തോളം സഭയ്ക്ക് ഇടപെട്ട് അവിടെയെല്ലാം അവർക്കൊരു പുനരധിവാസം നടത്താനായിട്ട് സഭയ്ക്ക് സാധിക്കും. അവരോടൊരു പ്രത്യേക പരിഗണന, ഈ പാവപ്പെട്ടവരോടുള്ള പരിഗണന എന്ന് പറയുന്ന പോലെ തന്നെയാണ് തടവറയിൽ കഴിഞ്ഞവരോടുള്ള പ്രത്യേക പരിഗണന. അവർ ഇപ്രകാരം ഒരു സമീപനം അറിയിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് സഭയ്ക്ക് അവരുടെ മേലൊരു പ്രത്യേക കണ്ണ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം തിരിച്ചു വരുന്നവനെ കൈനീട്ടി സ്വീകരിക്കുന്ന പിതാവിൻ്റെ വാത്സല്യത്തോടെ സ്നേഹത്തോടെയാണ് അവരെ സ്വീകരിക്കുന്നത്. അവരെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് പിതാവ് എന്താ ചെയ്തത്? അവർക്ക് പിതാവ് ചെയ്തത് അവൻ്റെ കാലിൽ പുതിയ ചെരുപ്പ് ധരിപ്പിച്ചു, അവന് പുതിയ വസ്ത്രം കൊടുത്തു, പുതിയ മുദ്ര അണിയിച്ചു. അതെല്ലാം സഭയുടെ ഇപ്രകാരമുള്ള റീഹാബിലിറ്റേഷൻ്റെ തുടർ നടപടികളിലേക്കുള്ള സൂചനകളാണ്. ആ നടപടികളില്ലാതെ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞൊരു ആലിംഗനം കൊടുത്ത് അവസാനിപ്പിക്കാനല്ല. ആ ആലിംഗനത്തിൻ്റെ തുടർ നടപടികളാണ് അവനെ പുനരധിവസിപ്പിക്കൽ. കാരണം അവൻ ദാസനായി കഴിയാൻ വന്നവനാണ്, ദാസനല്ല. ഇനിയും നീ എൻ്റെ മകനാണ്, ആ മകൻ്റെ അതേ സ്റ്റാറ്റസിൽ നിന്ന് ജീവിക്കണമെന്നുള്ള പുനരധിവാസം അത് സഭയുടെ ഉത്തരവാദിത്തമാണ്. തെറ്റിൻ്റെ കുറ്റങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇന്നത്തെ കൗമാരം, ഇന്നത്തെ യുവത്വം സഭാപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഈ കൗമാരവും യുവത്വവും ഇനി നമുക്ക്